ഷെക്കേന ന്യൂസിൻ്റെ ഈ ഒരു ന്യൂസ് ഫ്ലോറിൽ നിരവധി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അഭിമുഖത്തിനായി എത്തിയിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ യുവത്വത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ മാനുഷികമായി ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തല്ലിത്തകർത്ത ഒരു വില്ലന്റെ രൂപത്തിൽ ഒരു ബൈക്ക് ആക്സിഡന്റ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തുടർന്ന് തൻ്റെ ജീവിതം ഒരു വീൽ ചെയറിൽ ഒതുങ്ങിപ്പോകുന്ന ആ ഒരു അവസ്ഥ. സാധാരണക്കാരനായ ഏതൊരു മനുഷ്യനും ആ ഒരു സാഹചര്യത്തിൽ പകച്ചു പോകും, പ്രതീക്ഷ അറ്റുപോകും. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിരാശനാകാതെ ആ സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇന്ന് അനേകർക്ക് കർത്താവിൻ്റെ പ്രത്യാശയുടെ സുവിശേഷം പകർന്നു കൊടുക്കുന്ന തൃശ്ശൂർ ചിയാരം സ്വദേശിയായ നിഖിൽ രാജാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലും സന്തോഷിക്കാൻ സാധിക്കുന്നത്? ഈ ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് നിഖിൽ രാജ് അനേകർക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്നത്? നമുക്ക് നിഖിലിൽ നിന്ന് തന്നെ നിഖിലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നിഖിലെ, ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസ്ഥ നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിലെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജലദോഷപ്പനി വന്നാൽ പോലും ഡൗൺ ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഒത്തിരി വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. ഇപ്പം അമ്മ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിരാശപ്പെട്ട് വീഡിയോ ഇട്ടിറങ്ങുന്ന ഒത്തിരി സാഹചര്യങ്ങളൊക്കെ വാർത്തകൾ നാം കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിഖിലിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിരിക്കാൻ സാധിക്കും, സന്തോഷിക്കാൻ സാധിക്കും? കർത്താവുണ്ട്. ഈ ഒരു ചോദ്യം വർഷങ്ങളായിട്ട് സ്ഥിരം എന്നെ കാണുന്ന എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ ഉത്തരേ ഉള്ളൂ, കർത്താവുണ്ട്. എൻ്റെ ലൈഫിലും പല സന്ദർഭങ്ങളിലും ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് 2012 എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. ഞാൻ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു മൊബൈലിലൊരു കോൾ വന്നതാണ്. എൻ്റെ ആ സമയത്ത് ഒരു ആവേശമല്ല, അഹങ്കാരം എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം ഉള്ളത് കൊണ്ട് ബൈക്ക് നിർത്താണ്ട് ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ ബാലൻസ് കിട്ടിയില്ല. തൊട്ട് മുന്നിലെ ടേണിങ്ങിൽ ഹൈറ്റും കുറവായിരുന്നു. തൊട്ട് മുന്നിലെ ടേണിങ്ങിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് പോസ്റ്റിലടിച്ചു. അത്ര ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരുന്നത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. കണ്ണുറക്കുമ്പോൾ ബൈക്കിൽ പോയി ഞാൻ വെന്റിലേറ്റർ ഐസിയിൽ, നെഞ്ചത്ത് വെന്റിലേറ്റർ ഉണ്ട്, ശരീരം മൊത്തം ട്യൂബ് കയറി, തല അനക്കാൻ പറ്റണില്ല. തലയുടെ 2 സൈഡും സ്ക്രൂ ഇട്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ട്. നോർമലി എനിക്കൊന്നും മനസ്സിലായില്ല. ഒറ്റയടിക്ക് ഒറ്റ ബുദ്ധിക്ക് ഇത് അറിയാനാണ്. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ആ സമയത്താണ് കുറച്ച് ചിന്തിച്ചു എന്ത് പറ്റിയെന്നൊക്കെ. അതിനിടയിൽ ഡോക്ടർമാർ പറയുന്നത് കേട്ട്, നേഴ്സുമാരും കൂടി, ആക്സിഡൻറ്റിൽ നിൽക്കുന്ന കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കഴുത്തിൽ 3 എല്ലൊടിഞ്ഞു, സ്പൈനൽ കോഡ് അതിൻ്റെ ഇടയിൽ പെട്ടു. കഴുത്തിന് താഴോട്ട് ശരീരം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോയെന്ന് പറഞ്ഞു. എൻ്റെ തലയിലും മുഖത്തും മാത്രം സെൻസേഷൻ ഉള്ളൂ, കഴുത്തിന് താഴോട്ട് സെൻസേഷൻ ഒന്നുമില്ല. എത്ര കാലം ജീവിച്ചാലും ഈ ഒരു അവസ്ഥ തന്നെയാവും. എത്ര കാലം ജീവിച്ചാലും വെന്റിലേറ്റർ സപ്പോർട്ട് ഒരു സെക്കൻഡ് പോലും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 13 മാസത്തോളം ഞാൻ വെന്റിലേറ്ററിലിറങ്ങി. ആ ഒരു കാര്യം കേട്ടപ്പോൾ നിഖിലിന്റെ മനസ്സിലേക്ക് തോന്നിയ ആദ്യത്തെ ഒരു ചിന്ത എന്തായിരുന്നു? നിരാശ? ഒറ്റയടിക്ക് ആത്മഹത്യ. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, നിസ്സാര കാര്യങ്ങൾക്ക് പോലും വീഡിയോ ഇറങ്ങുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെയായിരുന്നു. ഞാൻ സാധാരണ മനുഷ്യനല്ലേ, ഞാനും ചിന്തിച്ചിരുന്നത്. ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അന്നുവരെ പള്ളിയിലും കുരിശിലും കുടുംബ പ്രാർത്ഥനയിൽ മാത്രം കണ്ട കർത്താവിനെ ഞാനും വിളിച്ചത്. മരിക്കാൻ നോക്കിയിട്ട് പറ്റണല്ലേ, ഈ തല കണ്ട മനസ്സിലാവില്ല, തല മാത്രം അനങ്ങുള്ളൂ. കൈ മുറിക്കാൻ പോയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും കയ്യാൻ ഒന്നും നടക്കില്ല. ആ നിസ്സഹായ അവസ്ഥയിലെല്ലാം അവസാനിച്ച സമയത്താണ് ഒരു പ്രതീക്ഷ മുമ്പോട്ടില്ല, നമ്മുടെ കർത്താവിനെ വിളിച്ചത്. ചങ്ക് പൊട്ടി കറഞ്ഞു. എന്നെ കൈവിടല്ലേ, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ എൻ്റെ വെന്റിലേറ്ററൈസിൻ്റെ വാദിക്ക് ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മച്ചിക്കും എൻ്റെ ചേട്ടനോ എൻ്റെ കുടുംബത്തിനോ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. എന്നെ കൈവിടല്ലേ ഈശോയെ എന്ന് പറഞ്ഞു ഒരുപാട് ഞാൻ കരഞ്ഞു. അന്ന് ആദ്യമായി ആ വെന്റിലേറ്റർ ഐസിയിൽ നമ്മുടെ കർത്താവിൻ്റെ ആ വലിയൊരു സ്നേഹം എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. അന്ന് ആ സമയത്ത് യാബസിൻ്റെ പ്രാർത്ഥന ലൈവായിട്ട് കർത്താവ് കേട്ട പോലെ തന്നെ
എൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ് ആ ആശുപത്രിയിൽ വർക്ക് ചെയ്ത ജോസാൻഡോ എന്ന് പറഞ്ഞ അച്ഛനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചു. കർത്താവ് നേരിട്ട് വന്ന പോലെ തന്നെ അച്ഛനെ എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും എൻ്റെ അടുത്ത് വരുന്നവരിക്കും സംസാരിക്കും. ആ ഒരു സമയത്ത് അച്ഛൻ പറഞ്ഞ കർത്താവിൻ്റെ 2 വചനാണ് തകർന്ന ജീവിതത്തിന് പിന്നെയും ഒരു മാറ്റം വന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ പറയണ്ടല്ലോ 14-ാമത്തെ അധ്യായത്തിൻ്റെ 7, 8, 9 വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല, അതിൻ്റെ വേര് മണ്ണിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും, ഇളം ചെടിയെ പോലെ പുതിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ വാക്കുകളിലൂടെ കർത്താവിൻ്റെ 2 വചനം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ആ വചനം സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. അതേപോലെ റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. പണ്ടൊക്കെ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, അനുഭവിക്കാത്ത കർത്താവിൻ്റെ വലിയൊരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അന്ന് കർത്താവിൻ്റെ കൈ പിടിച്ചത് ഈ 13 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരിക്കൽ പോലും മരിക്കണം എന്നുള്ള ചിന്തയോ സങ്കടമോ നിരാശയോ ഒന്നും വരാണ്ട് അത്ര ഭംഗിയായി കാര്യമായി കർത്താവിനെ പരിപാലിക്കുന്നുണ്ട്. ഒറ്റ ഉത്തരവുള്ളൂ, നമ്മുടെ കർത്താവ് എനിക്കും കൂടി വേണ്ടി ആ കാൽവരി കുരിശിൽ മരിച്ചു ഉയർത്ത കർത്താവ് ഇപ്പോഴും എൻ്റെ കൂടെ ജീവിക്കേണ്ടി. ആ കർത്താവുണ്ട്, ഇതാണ് സത്യം. അപ്പോൾ തന്നെ നിഖിലെ, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ യൂത്തൊക്കെ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഒറ്റപ്പെടൽ. നിഖിലെ, ആ ഒറ്റപ്പെടലിൻ്റെ ഒരു തീവ്രത അതിൻ്റെ ഒരു പാരമ്യത്തിൽ അന്ന് അനുഭവിച്ചിരുന്നു അല്ലേ? ഒരു ICU ബെഡിൽ കിടക്കുന്നു, ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, നമ്മളും അല്ലെങ്കിൽ ആ ബെഡിൽ നമ്മൾ മാത്രം. മനസ്സിൽ നിരാശ വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം മരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും മരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ വെന്റിലേറ്റർ തൊട്ട് ഇന്ന് വരെ അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. വെന്റിലേറ്റർ ICUയിൽ ഞാൻ കിടക്കുന്ന സമയത്തും 3 മാസം ഞാൻ വെന്റിലേറ്റർ ICUയിൽ കിടന്നു. അതിനുശേഷം എന്നെ റൂമിലേക്ക് ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് മാറ്റി ഒരു 18 മാസം ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ വെന്റിലേറ്റർ ICU തൊട്ട് ഇന്ന് ഈ ഫ്ലോർ വരെ എനിക്ക് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടില്ല. വെന്റിലേറ്ററിലും എന്നെ കാണാൻ മിനിമം ഒരു 50-100 പേര് ഉണ്ടാവാറുണ്ട്. അത് ഇന്ന് വരെ അത് ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഒരു കാലഘട്ടം എന്ന് പറയാം, ഇപ്പം എൻ്റെ എല്ലാവരും ഞാൻ കണ്ടേക്കണത് എന്നെ പോലെ വയ്യാത്ത ആൾക്കാരുകളെല്ലാം ഇവർക്കൊന്നും പുറത്തുനിന്ന് ഒരാളെ കാണാൻ കിട്ടുന്നില്ല. പക്ഷെ കർത്താവ് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ ഇന്ന് വരെ നമുക്ക് സമയമില്ല. രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പല്ല് തേച്ച് ചായ കുടിക്കേണ്ട സമയമുള്ളൂ, അപ്പോഴേക്കും ഉണ്ടാവാറില്ല. നിരാശപ്പെടാൻ സമയമില്ല. പെട്ടെന്നാണ് നമ്മുടെ മുന്നിൽ കർത്താവുണ്ട്. ആ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് വരെ നമുക്ക് ഒറ്റപ്പെട്ടുണ്ടായിട്ടില്ല. കർത്താവുണ്ടല്ല പിന്നെ പിടിക്കുന്നത്. അപ്പൊ തന്നെ നിഖിലെ, ഈ 19-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ആക്സിഡന്റ് വരുന്നത്, ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു 19 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രതീക്ഷകള്, ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലെ? ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങൾ സാധാരണക്കാരാണ്, എൻ്റെ പപ്പയും അമ്മച്ചും സാധാരണ ജോലിക്കാരായിരുന്നു. അപ്പോൾ അധികം പൈസയൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം കുറച്ച് കാലം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല വീട്, നല്ല ജോലി, നല്ല ജീവിതം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റടി ഒന്നുമില്ലാണ്ടായി. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല, നിർവികാരത എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവ് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ അന്ന് എൻ്റെ 19 വയസ്സിന് മുന്നേ അപകടത്തിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചതെല്ലാം കർത്താവ് എനിക്ക് കട്ടിടുമ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമലി എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ പോലെ, എൻ്റെ അമ്മച്ചിയുടെ പൊക്കം കുറവാണ്, ഞാനും അമ്മച്ചിയുടെ പോലെ പൊക്കം കുറവായിരുന്നു. ചേട്ടനും അനിയത്തിക്ക് നല്ല പൊക്കമുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് പറ്റുന്ന സമയം വരെ പൊക്കം കുറവായിരുന്നു. 19 വയസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ആക്സിഡന്റ് പറ്റി കട്ടിലുമേ ഫുൾ പൊക്കായി, എല്ലാവരും പോലെ നോർമലി പൊക്കായി. അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, എന്താ പറയുക, ഒരു മൈക്കിൽ സംസാരിക്കണം, എല്ലാവരും ഒന്ന് കാണണം, TV-യിലും പേപ്പറൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വരാമെന്ന്. 19 ദിവസം വരെ ഒരാളും വിളിച്ചിട്ടില്ല. ഞാനുണ്ടായിരുന്നു, ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവ് ലൈഫിൽ വന്നപ്പോൾ അന്ന് ആഗ്രഹിച്ചതെല്ലാം, മൈക്കും TV-യും പേപ്പറും എല്ലാം നമ്മുടെ കർത്താവ് വന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ യൂത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, നമുക്കറിയാം ദൈവമുണ്ട്, കർത്താവ് ഉണ്ടെന്നൊക്കെ, തലയിൽ മാത്രമേ ഉള്ളൂ. തലയിലുള്ള കർത്താവ് നമ്മുടെ നെഞ്ചിൽ വന്നു, നമ്മുടെ ഹൃദയത്തിൽ വന്നു.
നമ്മുടെ ലൈഫ് ബെസ്റ്റാവും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആർക്കായാലും യൂത്തിന് കണ്ടമാനം ബെസ്റ്റികൾ ഉണ്ടാവും. ഈ ബെസ്റ്റികൾ ഉണ്ടായിട്ടൊന്നും ഒരാളുടെ ലൈഫ് സക്സസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാണുമ്പോൾ പലരും പറയാറുണ്ട്. പക്ഷെ കർത്താവ് നമ്മുടെ ബെസ്റ്റ് ആയാൽ നമ്മുടെ ലൈഫ് ബെസ്റ്റാവും, ഒരു മാറ്റമില്ലേ. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിഫോർ ആക്സിഡൻറ്റ്, ആഫ്റ്റർ ആക്സിഡൻറ്റ്, ഈ ആക്സിഡൻറ്റിന് മുമ്പുള്ള കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ആക്സിഡൻറ്റിന് ശേഷമുള്ള കുറേയൊക്കെ നിങ്ങളിപ്പോൾ പറഞ്ഞു, പക്ഷേ എങ്കിൽ പോലെ ആ ഒരു കമ്പാരിസൺ ഒന്ന് പങ്കുവയ്ക്കാം. ആക്സിഡൻറ്റിന് മുന്നേ എനിക്ക് ആദ്യം ഒരു 5-6 വയസ്സ് തൊട്ട് ഞാൻ സ്ഥിരം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, രാവിലെ പോകാറുണ്ട്. അപ്പോൾ സ്ഥിരം ഞാൻ പള്ളിയിൽ പോണത് കണ്ടിട്ട് അവിടുത്തെ പ്രാർത്ഥന കൂട്ടായുള്ള അങ്കിളുമാർ പറഞ്ഞു ഈ പയ്യന് ഓൾഡർ ബോയ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുന്നേ ഞാൻ ഓൾഡർ ബോയ് ഒക്കെ എടുത്തു. ഞാൻ ഒരുപാട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം വലിയ കാര്യങ്ങളില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ ഇടവൊക്കെ പള്ളിയിലെ ജോൺ ആലപ്പടച്ചനെന്ന് തോന്നുന്നുണ്ട്. ആ അച്ഛൻ 3 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇടവൊക്കെ മാറിപ്പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു പയ്യൻ വരുന്നുണ്ട്, ഇവന് എൻ്റെ യാത്രയപ്പിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മീറ്റിങ്ങിൽ ഞങ്ങളുടെ യൂണിറ്റിലൊരു ആൻറ്റി പറഞ്ഞു അത് വലിയ പൈസക്കാരാണ്, അത് പറ്റില്ല, അവൻ്റെ അപ്പം ഭയങ്കര കള്ളുകൂടിയനാണ്, അല്ലാണ്ട് ഒരുപാട് ആൾക്കാർ യൂണിറ്റിലുണ്ട്, അവർ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അന്നത്തോടെ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. നമുക്ക് മനസ്സിലായി കാശുള്ളവർക്ക് മാത്രമാണ് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ, വിലയുള്ളൂ കാര്യങ്ങൾ. പക്ഷെ കർത്താവിൻ്റെ വലിയൊരു കരുണ, അച്ഛനെന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എനിക്കൊരു ഷർട്ടൊക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്തു. അച്ഛനോട് പോയിട്ടുണ്ടായിരുന്നു, എല്ലാം അടിപൊളി. പക്ഷെ ആ ഒരു വാക്കിലൂടെ എൻ്റെ വിശ്വാസങ്ങളൊക്കെ ഒട്ടില്ലാണ്ടായി. പിന്നെ ഞാൻ ആ കർത്താവിനെ കാണുന്നത് വെന്റിലേറ്റർ ഐസിയിൽ വെച്ചിട്ടാണ്. പക്ഷെ ആ കർത്താവിൻ്റെ പ്രസൻസ് പറഞ്ഞാൽ മതിയാവില്ലേ, അത്രമാത്രം. ഇതുവരെ ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. പലരും പറയുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്, കർത്താവിനെ കണ്ടിട്ടുണ്ട്, മാതാവിനെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ കർത്താവിൻ്റെ ഒരു സ്നേഹം, ആ ഒരു പ്രസൻസ് പറഞ്ഞാൽ മതിയാവില്ലേ. അതെങ്ങനെയാണ് ഫീൽ ചെയ്യണേന്ന് ഇപ്പൊ ചൂടും തണുപ്പും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് കർത്താവ്, അത്രമാത്രം. എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഞാൻ അങ്ങനെ കൊന്തോ ബൈബിൾ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ മുൾക്കിരീടം വെച്ച് രോഗികളുടെ നാഥൻ്റെ എൻ്റെ റൂമിൽ എൻ്റെ കട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് വെന്റിലേറ്റർ ഐസിയുവിൽ കിടന്ന സമയത്ത് മുന്നോട്ട് വഴിയില്ലാണ്ടായിപ്പോൾ ആദ്യമായി വെന്റിലേറ്റർ ഐസിയുവിൽ ഞാൻ ചുമരിൽ കണ്ടതാണ് ഈശോയുടെ മുഖം. പക്ഷെ അന്ന് എനിക്കത് കർത്താവാണെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. 2014 ഡിവൈനിൽ ധ്യാനം കൂടാൻ പോയി. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ മുച്ചോട് പറയാറുണ്ട് ഇങ്ങനത്തെ ഒരു കണ്ടിട്ടുണ്ട്, എനിക്കത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അപ്പം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. സാധാരണ നോർമലി കുരിശിൽ കിടക്കുന്ന കർത്താവ് മാരെ കണ്ടിട്ടുള്ളൂ. അത് പറഞ്ഞത് ഫീൽ ചെയ്യാൻ പറ്റണില്ല. പക്ഷെ ധ്യാനം കഴിഞ്ഞ് പോരുമ്പോൾ അവിടെ ധ്യാനം കൂടാൻ വന്നൊരു ചേച്ചി, ഒരു ആൻറ്റി എന്നെ കാണാൻ വന്നിട്ട് ഒരു 2 വലിയ ഷീറ്റ് മടക്കി 2 കൊന്തി കയ്യിൽ വെച്ചു. മോന് ഇതെൻ്റെ ഗിഫ്റ്റാണ്, കർത്താവ് തരാൻ പറഞ്ഞാന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ട കർത്താവിൻ്റെ സെയിം. അത് ഇന്ന് വരെ എൻ്റെ റൂമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ നോർമലി ഭൂരിഭാഗം സമയം 24 കുറവും ആ കർത്താവ് നോക്കി എന്നെ കിടക്കാറ്. കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പലരും പ്രാർത്ഥന സഹായം പറയാറുണ്ട്. ഓർക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കാര്യം ഉണ്ട് കേട്ടോ, നോക്കിക്കോളൂ, അത്രേ ഉള്ളൂ. കർത്താവ് കാണും, കർത്താവ് കാണും. നമുക്ക് വേണ്ടി മരിച്ച കർത്താവല്ലേ, നമ്മുടെ ഒരു വാക്ക് പോലും കർത്താവ് കാണുന്നുണ്ട്. സങ്കീർത്തനം പറയണ്ടല്ലോ, സങ്കീർത്തനം 115:12 കർത്താവ് നമ്മെ കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മൾ അനുഗ്രഹിക്കും, ഒരു മാറ്റമില്ലേ. അപ്പം നിഖിലിനോട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇത് സഹനമാണ് എന്ന് പറഞ്ഞാൽ നിഖില് പരിഭവിക്കും. ഇത് സഹനമൊന്നല്ല, ഇതൊന്നല്ല സഹനം. സഹനം കാണണമെങ്കിൽ ആ കുരിശിലേക്ക് നോക്ക്, ഇതാണ് സഹനം. ഇതിപ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ട് അഹങ്കാരം കൊണ്ട് മാത്രം ഒരു ആക്സിഡന്റ് പറ്റി, എൻ്റെ ലൈഫ് ഇങ്ങനെയായി. നമ്മൾ പാപികളായിരിക്കെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ക്രിസ്തു സ്വന്തം ജീവൻ അത്രമാത്രം പീഡകളേറ്റ് ആ കാൽവരി കുരിശിൽ സമർപ്പിച്ചു. ഇതാണ് സ്നേഹം, ഇതാണ് സഹനം. അതിനേക്കാളും കൂടുതൽ സഹനമൊന്നല്ല. ഇതൊക്കെ വെറുതെ, അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വീൽ ചെയറിലിരുന്നുകൊണ്ട് അനേകരെ സുശേഷത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്, സുശേഷം പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുന്ന 1-2 അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഒത്തിരിയധികം സുശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ നിരാശയിൽ പെട്ടുപോയ യൂത്ത് വിശേഷ വേല ഒന്നും പറയാൻ പറ്റില്ല. അനുഭവിച്ച കർത്താവിനെ നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന തെറ്റാവും. പൗലോസ്ലീഹ പറയണ പോലെ ഇത്
നിങ്ങൾ നന്നാവാൻ പറയുന്നതല്ല, എനിക്ക് അപ്പോൾ കർത്താവ് എന്നോട് കാണിച്ച സ്നേഹത്തെ പ്രതി ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലേ, അത്രേ കൊണ്ടുള്ളൂ. അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ 1-2 അനുഭവങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും താല്പര്യമായ ഒരു കാര്യം, ഒരിക്കലും ഒരു അപ്പച്ചനും എൻ്റെ വീട്ടിൽ വരാറുള്ള ചേട്ടനും കൂടി എന്നെ കാണാൻ വന്നു. ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഈ അപ്പച്ചൻ വന്നത്. അപ്പച്ചൻ വന്നത് ആളുടെ മോൻ്റെ കാര്യം പറയാനാണ്. 21-22 വയസ്സുണ്ടാവും മോൻ്റെ കാര്യത്തിന്. അവൻ്റെ ലൈഫിൽ മദ്യപാനം പ്രശ്നങ്ങൾ, പല പല പ്രശ്നങ്ങളായിട്ട് ആര് പറഞ്ഞിട്ടും ഒന്നും മാറ്റം വരുന്നില്ല. പല സ്ഥലങ്ങളിൽ പോയി ധ്യാനം കൂടിയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തു, എന്ത് ചെയ്തിട്ടും ഇന്നൊരു മാറ്റം വരുന്നില്ല. എൻ്റെ അപ്പ നോർമലി അമ്മമാർ മക്കൾക്ക് വേണ്ടി കരയാന്ന് പറഞ്ഞ സ്വാഭാവിക, അമ്മമാർക്ക് അത്രമാത്രം കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഒരു അപ്പൻ കരയാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എൻ്റെ മുന്നിലൊന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ച പേടിക്കണ്ട, നമ്മളെ കർത്താവുണ്ട്, അവ സെറ്റവും നന്നാവും. ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ അവൻ വരില്ല, അവ അങ്ങനെയാണെന്ന് പറഞ്ഞു. പേടിക്കണ്ട, വിളിച്ചത് കർത്താവാണെങ്കിൽ അവ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചനെ കൊണ്ടുവന്ന ചേട്ടനെ ഈ പയ്യൻ ഫോൺ വിളിച്ചു. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ. ചേട്ടൻ പറഞ്ഞു, ഇടാ ഞങ്ങൾ സ്ഥലത്താണ്, നിഖിൽ ചേട്ടൻ എടുത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചിടാ, നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ, എപ്പോഴേലും വരാം. അപ്പോൾ ഞാൻ ഒന്നും വരില്ല ഏടാ, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ പിന്നെ എപ്പോഴേലും വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അവൻ വരില്ല എന്ന്, ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓർമ്മയില്ലാണ്ട് അവൻ എന്നെ കാണാൻ വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലേ. അവൻ വന്ന് അവൻ്റെ സങ്കടങ്ങളും ഒരുപാട് കാര്യങ്ങളും അവൻ പറഞ്ഞു. നമ്മളെ കൊണ്ടൊന്നും നടക്കില്ലേ. ഒറ്റ കാര്യം പറഞ്ഞാ, നീ പേടിക്കണ്ട, നമ്മൾ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപികളാണെങ്കിലും എൻ്റെ ഈശോയെ എനിക്ക് തെറ്റ് പറ്റി എന്നൊരു വാക്ക് നീ ഏറ്റു പറഞ്ഞ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യോഹന്നാൻ 6:37 പറയണ്ടല്ലോ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന്. ആ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കാം, നീ ഇന്ന് പോകുമ്പോൾ 1-2 ദിവസം നിൻ്റെ വീടിൻ്റെ അടുത്ത് ഇടവക പള്ളിയിൽ ആ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ എന്ന് പോയി ശാന്തമായിട്ടിരിക്കും. നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു പറഞ്ഞു. ഭാഗ്യം, ദൈവ കർത്താവിൻ്റെ വലിയൊരു കാരണം, അവനങ്ങോട്ട് വിശ്വസിച്ചു. അവൻ പോയി 1-2 ദിവസം പോയി. ഒരാഴ്ച സംതിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ ഫോൺ വിളിച്ചു. നമ്മൾ കർത്താവ് പെട്ടാ ചേട്ടാ, ഭയങ്കര സന്തോഷമായി ചേട്ടാ. എൻ്റെ ലൈഫിൽ ഓർമ്മയിൽ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാ. എൻ്റെ ബർത്ത്ഡേ ചേട്ടനൊന്ന് വിഷയം എന്താ പറ്റിയെന്ന് വെച്ചു. ചേട്ടാ, ഞാൻ അന്ന് പോയി അവളെ ദീപകാരൻ്റെ മുമ്പിൽ ഇരുന്നു, ഇനിയും പോയിരുന്നു. ഇതുവരെ എനിക്ക് കുടിക്കാനും പറ്റിയില്ല, ഓരോ പരിപാടിക്കും പോകാൻ പറ്റിയിട്ടില്ല. ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാ സന്തോഷമായിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണേന്ന് പറഞ്ഞു. കർത്താവ് ഉണ്ടടാ, ആ കർത്താവ് തന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഉള്ള ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്ന സത്യദൈവമാണെന്നറിയാൻ പലതും കർത്താവ് ചെയ്യും. അത്ര വിശ്വസ്തനാണ്. നിഖിൽ ഈ പറയുന്ന കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ആ ഒരു കാര്യം അനേകരിലോട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ നിരീശ്വരവാദികളൊക്കെ ഈ ക്രൈസ്തവ വിശ്വാസത്തെ എഴുത്താൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ധ്യാന ഗുരുക്കന്മാർ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കർത്താവ് എന്നുകൊണ്ട് സുഖപ്പെടുത്തിയില്ല എന്നൊക്കെ. അപ്പോൾ നിഖിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഈശോ നീ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ നമുക്ക് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതിയില്ലേ എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ചിന്ത ഇടുന്നുണ്ടെങ്കിൽ കർത്താവ് കുരിശിൽ മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്ക് എപ്പോഴും രക്ഷപ്പെടാറുന്നു. ഈ സർവ്വ പ്രപഞ്ചത്തെയും ഒറ്റ വാക്ക് കൊണ്ട് സൃഷ്ടിച്ച കർത്താവിന് ആ കുരിശുമരത്തിൽ രക്ഷപ്പെടാൻ പറ്റാറുന്നില്ലേ? കർത്താവ് ചെയ്തില്ലല്ലോ. അത് ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് സകല പാപങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു സ്വന്തം ജീവൻ ബലിയായിട്ട് ആ കുരിശിൽ സമർപ്പിച്ചു. നമ്മൾ ഒരിക്കലും ഇപ്പം എന്താ പറയുക, സൗഖ്യങ്ങളോ മറ്റെന്താ പറയുക, രോഗം മാറി അത് മാറി ഇതൊന്നല്ല ആഗ്രഹിക്കേണ്ടത്. നിത്യരക്ഷ. ബാക്കി എന്തു വേണമെങ്കിലും നമുക്ക് മാറാം. തലവേന മാറി വയറുവേന വേറെ വരും, ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ECG വേരിയേഷൻ പോലെയാണ്, അപ്പം ഉണ്ടാവും വന്നുകൊണ്ടിരിക്കും മാറ്റം. പക്ഷെ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ലോട്ടറി അടിക്കാനോ രോഗം മാറുന്നൊന്നല്ല. ഞാൻ നിന്നെ പ്രതി കുരിശിൽ മരിച്ചു, അത്രമാത്രം വാല്യൂ ആയിട്ട് തന്ന ആ നിത്യജീവനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇന്നൊന്നും ആളുകൾ നമ്മളെ കഴിഞ്ഞു പോകും. പക്ഷെ അതിനേക്കാളപ്പുറം മഹത്തമായൊരു ജീവിതം നമ്മുടെ കർത്താവിൻ്റെ കൂടെ നമുക്കുണ്ടാവും. കൊളോസസിന്റെ 3:4 നമ്മുടെ ജീവനായി ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അതാണ് ഉറപ്പ്. അല്ലാത്ത സൗഖ്യത്തൊന്നും കാര്യമില്ല.
ധീരേശ്വരർക്ക് എന്തും പറയാം. കാരണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ നമ്മുടെ തൃശ്ശൂർ തന്നെ ഞാൻ അറിഞ്ഞതാണ്, ഒരു സംഘടനകൾ ഇതുപോലെ തന്നെ വളർന്നു വരുന്നുണ്ട്. അറിവുള്ള ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, പലരും ഉണ്ട്. ഇവരെ വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് പോലും കൊന്നവരാണ് മനുഷ്യന്മാർ, അത്രയല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കർത്താവ് തന്നെ അവർക്കൊരു ബോധം കൊടുക്കട്ടെ. പിന്നെ ഫറവോടെ ഹൃദയം കഠിനമാക്കിയതുപോലെ കുറെ പേരിങ്ങനെ വേണം, അത് മാറ്റം. എന്നാലും വിശ്വാസം പരീക്ഷിക്കപ്പെടുള്ളൂ. അനുഭവിച്ചാലല്ലേ നമുക്ക് ആ കർത്താവ് സത്യമാണെന്ന് മനസ്സിലാവുള്ളൂ. നിഖിലിന് ഇപ്പോൾ 31 വയസ്സായി അല്ലേ? നമുക്ക് ഈ കാലഘട്ടത്തിലെ യൂത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും പെട്ടെന്നൊരു ഡൗൺ ആയി പോകുന്നൊരു സ്ഥിതിവിശേഷം അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ നിരാശയിലേക്ക് പോകുന്നു. ഒരു ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥ. പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് സഭയിൽ നിന്നും കൂദാശകളിൽ നിന്നും ഒരു അകന്നു പോകുന്നു, പ്രത്യേകിച്ച് ഈ കോവിഡ് ടൈമിന് ശേഷമൊക്കെ. അപ്പോൾ നിഖിലിൻ്റെ ഒരു അവസ്ഥയിൽ പോലും സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെക്കാൾ ഇരട്ടി തീക്ഷ്ണതയോടെ ഈശോയെ കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. നല്ല വലിയ രീതിയിലുള്ളൊരു എനർജി, വലിയ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ലൈഫിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് യൂത്ത് കടന്നു പോകുന്ന ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കൊടുക്കാവുന്ന ഒരു യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ആ ദൈവവിശ്വാസം ഇല്ല. ആണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മെയിൻ ഒരു കാര്യം. പിന്നെ ചെറിയൊരു തോൽവി പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചിലപ്പോൾ ഒരു പക്ഷേ പേരൻസ് ആയാലും അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. റീസെൻ്റ്ലി ഒരു പെൺകുട്ടി വീടുവിട്ട് ഇറങ്ങിപ്പോയ കാര്യം, 13 വയസ്സായ പെൺകുട്ടി ഇറങ്ങിപ്പോയി, അവളെ കണ്ടുപിടിച്ചു, ന്യൂസിൽ മുഴുവൻ ലൈവായിട്ട് വന്നതാണ്. അതേപോലെ തന്നെ ഒരു പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ എന്തോ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, മൊബൈൽ ഫോൺ എന്തോ കാര്യം പറഞ്ഞോളൂ, അവൾ ബെഡ്റൂമിലെ ജനലിൽ ആത്മഹത്യ ചെയ്തു, കെട്ടിത്തൂങ്ങി മരിച്ചു. അതേപോലെ പല കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും നമ്മുടെ ഒരാൾക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ കണ്ടിട്ടില്ല. സുഖം മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. സുഖമൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ, എപ്പോൾ വേണമെങ്കിലും അത് മാറിപ്പോവാം. നമ്മുടെ ലൈഫിൽ ശാശ്വതമായ സന്തോഷം കിട്ടണമെങ്കിൽ പൗലോസ് ലീഗ പറഞ്ഞൊരു വാക്കുണ്ട്, ഫിലിപ്പിൻ 4:4, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുവിൻ. കർത്താവിൽ ആനന്ദിച്ച വേറെ ഗുണമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടതെല്ലാം തക്ക സമയത്ത് കർത്താവ് നമുക്ക് തരും. ഒരു വാഗ്ദാനം കിടക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ 37:4, കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കാരണം വചനം പറഞ്ഞത് കർത്താവ് നുണ പറയില്ല. ഞാൻ നുണ പറഞ്ഞാലും കർത്താവ് നുണ പറയില്ല. വാഗ്ദാനങ്ങളിൽ നിന്ന് കർത്താവ് മാറില്ല. ആ കർത്താവിനെ വിശ്വസിച്ചാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവും. അപ്പോൾ തന്നെ നിഖിലെ ഈ ഒരു അവസ്ഥയിൽ ഈ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ഈശോയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയൊക്കെ എങ്ങനെയാണ് സാധ്യമാണ്? ആദ്യം ഞങ്ങൾ പോയിരുന്നത് ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ പോയിരുന്നത് ആംബുലൻസ് വാടകയ്ക്ക് വിളിച്ചിട്ടൊക്കെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കാണാൻ വരുന്ന ദീപുചേട്ടൻ ആളുടെ ഒരു കോളീസിൽ ആളുടെ കാറിലൊക്കെ ആയിട്ട് പോകാറുണ്ട്. അത് കഴിഞ്ഞ് പോയി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും പോണത് കൊണ്ടും ഒരു ദിവസം ഒരു ആംബുലൻസ് വാങ്ങി വീട്ടിലിട്ടിരുന്നു. എൻ്റെ ചേട്ടനാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഞങ്ങളെ കൊണ്ടുപോകാറ്. എല്ലാ സമയങ്ങളും ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ദീപുചേട്ടൻ വരും, ആരെങ്കിലുമൊക്കെ വന്ന് കൊണ്ടുപോകും. എല്ലാം വളരെ ഭംഗിയായിട്ട് കർത്താവ് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളൊന്ന് പങ്കുവയ്ക്കുക, കുറെ കൂടെ പ്രേക്ഷകർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട്. എവിടെയൊക്കെ പോയി ഇങ്ങനെ ദൈവത്തെ ഈശോയെ ശുശ്രൂഷകരൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ സാധാരണ ഇടവക പള്ളികളിൽ, ധ്യാന സെൻ്ററുകളിൽ, ഇവിടെ കുന്നംകുളം കുരിശപ്പേട്, ഗലീലി, പിന്നെ ജെറുസലേം, ആളൂർ BLM, കോട്ടയം താബോറിൽ പോയിട്ടുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും, പിന്നെ ഇടവക പള്ളികളിലും, പിന്നെ ഈ സ്കൂള്, കോളേജ്, ക്ലബ്ബുകൾ, യൂത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സാധിക്കുന്ന അവർ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം പങ്കുവെക്കാറുണ്ട്. അനുഭവിച്ച കർത്താവിനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യണ തെറ്റല്ലേ. ഒപ്പം നിങ്ങൾ സൂചിപ്പിച്ചു വൈദികരുടെയൊക്കെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു സാന്നിധ്യം, പ്രത്യേകിച്ച് അഭിയുന്നത പിതാക്കന്മാരുടെയൊക്കെ ഒരു സപ്പോർട്ട്, അത് എത്രത്തോളം ഒരു ബലം നൽകുന്നുണ്ട്? അത് വളരെ ശക്തമാണ്. പിതാക്കന്മാർ എനിക്ക് അവരെ പേഴ്സണലി അങ്ങനെ അധികാരം കോണ്ടാക്ട് ഇല്ല. ഒരു പിതാവ് മാത്രമാണ് ഞാൻ എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളത്. മാർ തോമസ് കുർലാസ് എന്ന് പറയും, തിരുവല്ലയിലെ പിതാവാണ്. ഞാൻ എപ്പോഴും പിതാവിനെ വിളിക്കാറുണ്ട്, പിതാവ് എന്നെ വിളിക്കാറുണ്ട്. പിതാവ് തൃശ്ശൂർ വരുമ്പോൾ
എന്നെ കാണാൻ വരും. പറഞ്ഞിട്ടൊന്നും വരില്ല ആൾ വരെ. ഇതിപ്പോൾ 2 ദിവസം മുന്നേ വീഡിയോ കോൾ ഞങ്ങൾ സംസാരിച്ചത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് അവരുടെ ബ്ലെസ്സിങ്ങിൻ്റെ ആശീർവാദത്തിന് വലിയൊരു ശക്തിയുണ്ട്. കാരണം ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് കുറച്ചിങ്ങനെ ഇപ്പം ഞാൻ പോണ പരിപാടികളൊക്കെ ആയിട്ട് അത് കുറച്ച് ചെറിയ ബ്ലോക്കുകളും എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ, എനിക്ക് നോർമലി യൂറിൻ പോകുന്നതൊന്നും അറിയില്ല. ഇപ്പോൾ ഒക്കെയുള്ള സർജറി ഡയറക്റ്റ് ബ്ലാഡർക്ക് ട്യൂബ് ഇട്ടേക്കാം. ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ്ലി യൂറിൻ ഇൻഫെക്ഷൻ വരും. കുറേ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ വന്നു. ആ ഒരു സമയത്താണ് ഡാനിയൽ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ TV കണ്ടത്. അതിലച്ഛൻ പറയുന്നൊരു കാര്യം, ഒരു ക്ഷയരോഗി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആൾക്ക് മാറ്റം വരണില്ല. ഒരിക്കൽ ആൾ കുടിച്ച് പറ്റായിട്ടിരിക്കുന്ന സമയത്ത് ഒരു പിതാവ് നടന്നു പോയപ്പോൾ ക്ഷയരോഗി മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഈ പിതാവ് നടന്ന വഴിയിലൂടെ നടക്കാം, നീ എനിക്ക് സൗഖ്യം തരണേന്ന്. 15 സെക്കൻഡ് ആരോഗ്യ സൗഖ്യപ്പെട്ടു. അടിപൊളിയാണല്ലോ. അപ്പം ഞാൻ പിതാവ് സംഭവം ഇങ്ങനെയുണ്ട്, പിതാവിൻ്റെ ബ്ലസ്സിലേക്ക് വേണമെന്ന് പറഞ്ഞു. പിതാവ് ബ്ലസ് ചെയ്തു. അതും അറിയും യൂറിൻ ഇൻഫെക്ഷനോടുകൂടി നിറഞ്ഞാൽ എല്ലാം ഓർമ്മ. പിന്നെ അതേപോലെ ഈ വൈദികരുടെ കാര്യങ്ങളിൽ ഈ ജോസാൻ്റെ ഒന്ന് അച്ഛനെ 2012 എലൈറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അച്ഛൻ എനിക്ക് വിസ്തോർബാന കൊണ്ടുവരും. എല്ലാ വിശേഷ ദിവസങ്ങളിലും. ഇപ്പോൾ ഈസ്റ്റർ, ക്രിസ്മസ്, അനുദർ കുർബാനയ്ക്ക് പോകുന്നതിന് മുന്നേ അച്ഛൻ പുലർച്ചെ വന്ന് കുമ്പസാരിച്ച് കുർബാനയ്ക്ക് എന്നിട്ടാണ് അച്ഛൻ പോകാറുള്ളൂ. അതുകൊണ്ട് വേറെ അച്ഛനുണ്ട്, രഞ്ജിത്ത് പുളിക്കൻ, കപ്പുച്ചനച്ഛൻ. അച്ഛൻ ആദ്യം എന്നെ കാണാൻ വരുന്നത് ഒരു 8 വർഷം മുന്നാണ്. അച്ഛൻ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആദ്യം കാണാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് പാലക്കാടായിരുന്നു, മോനെടാ നിനക്ക് വിസ്തോർബാന തരുന്ന ആഗ്രഹമുണ്ട്, നീ ഒന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ പാലക്കാടാണ്, തൃശ്ശൂർക്ക് വരാനായിട്ട്. അച്ഛാ കർത്താവുണ്ട്, വഴിയുണ്ടെന്ന് പറഞ്ഞു. പിറ്റത്താഴ്ച അച്ഛനെ കർത്താവ് തൃശ്ശൂർക്ക് പോയി. അന്ന് മുതൽ അച്ഛൻ എല്ലാ വെള്ളിയും ശനിയും എനിക്ക് അച്ഛൻ വിസ്തോർബാനം കൊണ്ടുവരും. അങ്ങനെ വർഷങ്ങളോളം അച്ഛൻ തന്നു. 87 സംതിങ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അച്ഛൻ സ്ട്രോക്ക് വന്നു. അച്ഛൻ കാലുവരി ആശ്രമത്തിലാണ്, അത് യാത്ര ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ വരുന്ന എന്നെ കാണാൻ വരുന്ന എല്ലാ വൈദികരും വിസ്തോർബാനം കൊണ്ട് വരാറുണ്ട്. എനിക്ക് പള്ളിക്ക് വരാൻ പറ്റില്ലെന്ന് കർത്താവിനറിയാം. അപ്പോൾ കർത്താവ് വീട്ടിലേക്ക് വരും. ഓക്കെ, അതിന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകും, ഒപ്പം തന്നെ ഈശോയെ നമ്മൾ ഓടി നടന്ന് ഈശോയെ കൊടുക്കുന്നു. ആ ഒരു നമ്മുടെ ഒരു ശുശ്രൂഷയിൽ പരിശുദ്ധ കുർബാന നൽകുന്ന ഊർജ്ജം എത്രത്തോളം ഉണ്ട്? അതെന്താ പറയുക, കറണ്ട് ഇല്ലാണ്ട് ഫാൻ ലൈറ്റ് മറക്കാവില്ലല്ലോ, അത്രേ ഉള്ളൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. പണ്ടും കർത്താവ് എനിക്ക് കുരിശിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ലൈഫിൽ വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കർത്താവിൻ്റെ സ്നേഹം. ജീവിതത്തിൽ നനച്ചിരിക്കാതെ ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ കടന്നു വന്ന ഒരു വില്ലൻ, അത് എങ്ങനെ നിഖിൽ ആ ഒരു കൃപയാക്കി മാറ്റി? ആ ഒരു സഹനം എങ്ങനെ അനേകർക്ക് ഒരു പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ നിഖിലിന് സാധിച്ചു എന്നതിനെ പറ്റിയാണ് ഈ ഒരു എപ്പിസോഡിൽ നിഖിൽ പങ്കുവച്ചത്. ഇനി തുടർന്നും നിഖിലിൻ്റെ നിരവധി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.